ഹലോ. ഒരു 2-3 മന്ത്സ് മുന്നേ ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻറ്റേർണലി കൺസ്യൂം ചെയ്യുന്നൊരു പ്രൊഡക്റ്റായിരുന്നു. വേറെ ഒന്നുമല്ല, ഗ്ലൂട്ടത്തയോണിൻ്റെ ആണ്. ഞാൻ ഇതുവരെ ഗ്ലൂട്ടത്തയോൺ ട്രൈ ചെയ്തിട്ടില്ല. ഇൻട്രാവീനസ്ലിയും അതായത് IV-യും എടുത്തിട്ടില്ല, അല്ലാതെ സപ്ലിമെൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇട്ടിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒട്ടുമിക്ക സ്കിന്നിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ ആ വീഡിയോ വിട്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ്ലി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ഇടാമെന്ന്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റാണ്. ലൈക്ക് എൽസ്ക ഗ്രിഫിൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഗ്ലൂട്ടാ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്ലൂട്ടാത്തയോണിൻ്റെ സാഷിയാണ്. ഇതിൽ അസറ്റൈൽ ഗ്ലൂട്ടാത്തയോൺ വൈറ്റമിൻ C സാഷി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ഓരോ സാഷിയായിട്ടായിരിക്കും വരുന്നത്. ഓരോ സാഷിയിലും 12 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പ്രിസ്ക്രൈബ്ഡ് ഡോസ് എന്ന് പറയുന്നത് 6 ഗ്രാം ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതിനകത്ത് പകുതി എടുത്ത് നമ്മൾ ഒരു ദിവസം കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും ഇതിൻ്റെ ബാക്കി പകുതി എടുത്ത് കഴിക്കുന്നത്. അപ്പം 12 ഗ്രാം ഉള്ള 10 സാഷി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് നമുക്ക് 20 ഡേയ്സോളം യൂസ് ചെയ്യാം. അസറ്റൈൽ ഗ്ലൂട്ടാത്തയോൺ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. വൈറ്റമിൻ C കൂടി ആഡഡ് ആണ്. പിന്നെ നമ്മൾ ഗ്ലൂട്ടാത്തയോണിൻ്റെ കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് സ്കിൻ ലൈറ്റനിങ് ഉണ്ടാവുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷേ എല്ലാവർക്കും ഒരുപോലെയല്ല. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള സ്കിൻ ടോൺ ആണ് ഇമ്പ്രൂവ്ഡ് ആവുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. ഗ്ലൂട്ടാത്തയോണിൻ്റെ ലൈറ്റനിങ് എഫക്റ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ഡോസ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. പിന്നെ സ്കിൻ ലൈറ്റനിങ് പെർമനൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമല്ല. ഇറ്റ് റിക്വയർ മെയിൻ്റനൻസ്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇതിപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് അല്ല, നിങ്ങൾ കാണുന്നവരുടെ സ്കിൻ ടൈപ്പ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പിനും എൻ്റെ ഒരു സ്കിൻ കൺസേണും അനുസരിച്ച് ഇത് വർക്കായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഇട്ടിരുന്ന ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സിവിയർ ആയിട്ടുള്ള ടാനിങ് ഉണ്ടായിരുന്നു. അതായത് കല്യാണം കഴിച്ചിരുന്ന ആ ഒരു ഫസ്റ്റ് വീക്ക് ഞാൻ എന്താ പറയുക, സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്ത് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറേ ഡേർട്ടും പൊല്യൂട്ടൻസും ഒക്കെ എൻ്റെ സ്കിന്നിൽ കൂടുതൽ അബ്സോർബ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ എത്രയൊക്കെ ഡീറ്റാൻ ഫേഷ്യൽ ചെയ്തിട്ടും നമ്മൾ സർഫസിൽ എന്തൊക്കെ സൂപ്പർഫിഷ്യലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടാവാതിരുന്നൊരു സിറ്റുവേഷനിലായിരുന്നു എനിക്ക് ഇതുകൊണ്ട് തന്നത്, ഒരു ഗോഡ് ഗ്രേസ് എന്നൊക്കെ പറയുന്ന പോലെ. സോ എനിക്കിത് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് കസിനാണ് എനിക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വാങ്ങിക്കുകയുണ്ടായത്. അപ്പോൾ എനിക്കിത് കിട്ടി, ഞാനിത് യൂസ് ചെയ്ത് എനിക്ക് ആദ്യത്തെ 1 വീക്ക് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഉണ്ടായില്ല. കാരണം ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയുന്ന പോലെ പതിയെ വേണം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. സോ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഫെയർ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ്, കുറച്ചൊരു വെളുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം എൻ്റെ കേസിൽ ഞാനങ്ങനെ ഫെയറായി ലൈറ്റനായി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഈ ടാനിങ് എന്നുള്ള പ്രശ്നം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടായിരുന്നു. എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നാളത്തേക്ക്. എനിക്കാണെങ്കിൽ പെട്ടെന്നൊരു പനി വന്നു. ഇത് യൂസ് ചെയ്തുകൊണ്ടൊന്നുമല്ല, എനിക്ക് അല്ലാതൊരു പനി വന്ന സമയത്ത് ഞാൻ ഇതൊന്ന് നിർത്തി. കാരണം അത് എനിക്ക് എന്താ നിർത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിത് കുടിക്കാനുള്ളൊരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നിർത്തി. ഒരു 2 വീക്സോളം ഞാൻ കുടിക്കാതിരുന്നു. എന്നിട്ട് പോലും എനിക്ക് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന റിസൾട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ ഓവറായിട്ട് ഓറലായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒന്നും സ്കിന്നിന് വേണ്ടിയിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഹെയറിന് വേണ്ടിയിട്ട് ഹെയർ ഗമ്മീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇതുവരെ സ്കിന്നിന് വേണ്ടിയിട്ട് അങ്ങനെ സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഓറലി എന്തെങ്കിലും സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ്സ് തന്നിട്ടേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്, ആദ്യം ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്കൊരു വാട്സപ്പ് നമ്പർ തരാം. അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തരും. കൂടാതെ നമുക്ക് ഇതിന് മുന്നേ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ ആൾ ഷെയർ ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പ്രിസ്ക്രൈബ് ഡോസ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മെഡിക്കലി അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതെല്ലാം ആൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും.